ഇതുപോലെ കുറച്ച് ചിരട്ട നമ്മുടെ വീടുകളിൽ കാണാതിരിക്കത്തില്ലേ? ഇനിയിപ്പോൾ ചിരട്ടയൊന്നും കളയണ്ട. നമ്മളെ വീട്ടിലൊക്കെ ചിരട്ടയൊക്കെ ഒരുപാട് കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ചെടികൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ചെടികളിൽ ധാരാളം പൂക്കൾ തിങ്ങി നിറയാനായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ചിരട്ടയുടെ വെള്ളമൊക്കെ കുടിച്ച് കഴിയുന്നത് നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ നല്ലതാണെന്ന് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണല്ലേ. ഈ ഒരു ജമന്തി ചെടി നോക്കിയേ, നിറയെ പൂക്കൾ തിങ്ങി നിൽക്കുന്ന ജമന്തി ചെടി. അപ്പോൾ ഇത് ഞാൻ നിലത്താണ് നട്ടേക്കുന്നത്. നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജമന്തി ചെടി നന്നായിട്ട് തിങ്ങി പൂക്കൾ നിറയാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ ഞാൻ ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ബലം എനിക്ക് കിട്ടി. നിറയെ വലിയ പൂക്കളും മഞ്ഞപ്പൂക്കളും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഈ പൂ ഒന്ന് വാടി തുടങ്ങിയപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ കാണിക്കാം. ഇത് ഡ്രിം ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. നിറയെ തളിർപ്പുകളും മുട്ടുകളും വന്ന് നിറഞ്ഞാണ് ഈ ഒരു ജമന്തി ചെടി നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഓരോ വളങ്ങളും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ഇളമ്പയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം വളം കൊടുത്തു. കുറച്ച് ജമന്തി ചെടി ഞാൻ ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സൈഡിൽ സൺഷെയ്ഡ് കിട്ടുന്ന ഒരു ഭാഗത്തായിട്ടാണ് തൂക്കിയിട്ടേക്കുന്നത്. ജമന്തി ചെടിക്ക് ഒരുപാട് വെള്ളം നല്ലതല്ല. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജമന്തി ചെടി ചീഞ്ഞു പോകുന്നതായിരിക്കും. വാട്സാപ്പിൽ കുറച്ച് പേര് മെസ്സേജിൽ ചോദിക്കുന്നത് ജമന്തി ചെടി എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ജമന്തി ചെടിയുടെ പരിചരണം, അതുപോലെ തന്നെ ജമന്തി ചെടി പൂക്കൾ ഉണ്ടാവാൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ചോദിച്ചിരുന്നു. അതിനായിട്ടും കൂടിയുള്ളൊരു വീഡിയോ ആണ്. എല്ലാ ചെടികളെയും പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ജമന്തി ചെടി. പക്ഷേ ജമന്തി ചെടിക്ക് നല്ല കെയറിങ് വേണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടുകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവും. ഇതിൻ്റെ കീടശല്യമൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല കെയറിങ് ചെയ്താൽ മാത്രമേ നല്ലതായിട്ട് പൂക്കൾ തിങ്ങി നിറയത്തുള്ളൂ. അപ്പം ഞാനിത് കുറച്ച് ജമന്തി ചെടി ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. എപ്പോഴാണ് നശിച്ചു പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ നല്ല കെയർ കൊടുത്ത് ഇങ്ങനെ ആക്കിക്കൊണ്ട് വരുവാണ്. ഇത് ഹാങ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇതുപോലെ നല്ല പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് നല്ല നല്ല ഫെർട്ടിലൈസർ കൊടുക്കാം. അതുപോലെ ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പിന്നെ ജമന്തി ചെടി നന്നായിട്ട് റീപോർട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ജമന്തി ചെടി നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് റീപോർട്ട് ചെയ്യുമ്പം നല്ല ഇളക്കമുള്ള മണ്ണിലാണ് റീപോർട്ട് ചെയ്യേണ്ടത്. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചകിരിച്ചോറും എല്ലാം സമാസമം 1:1:1 എന്ന അനുപാതത്തിൽ തന്നെ അത് റീപോർട്ട് ചെയ്യണം. വെള്ളം വാർന്നു പോകത്തക്ക രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ ജമന്തി ചെടിയുടെ പോട്ടി മിക്സ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ജമന്തി ചെടിക്ക് നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കാം. ഇത് ജമന്തി ചെടിക്ക് മാത്രമല്ല ഏത് ചെടിക്കും, റോസ മുതൽ ഏത് ചെടിക്കും, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ചിരട്ട കാണും. ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. 1-2 ചിരട്ടയെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ചിരട്ട ഞാനിത് 2 ചിരട്ടയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ചെറിയ പീസായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിരട്ട മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു സാധനം കൂടെ ചേർക്കണം. അതായത് നമ്മുടെ തേയിലപ്പൊടിയാണ്. അത് 2 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ തേയിലപ്പൊടിയും ഈ ചിരട്ടയും കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് ഈ ചിരട്ടയുടെ കണ്ടൻറ്റും തേയിലപ്പൊടിയുടെ കണ്ടൻറ്റും എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നിടം വരെ നമ്മൾ 5 മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിക്കണം. തീ കുറച്ച് തന്നെ തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിരട്ട പീസെല്ലാം എടുത്ത് മാറ്റാം. കാരണം ഇതിനകത്ത് ആ ഒരു കണ്ടൻറ്റും നന്നായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിനി ഒരു അരിപ്പ് വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ട വേറൊരു കാര്യമാണ്. അതിന് മുമ്പായിട്ട് ഈ ചിരട്ടയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ പൂക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസർ കൊണ്ടാണ് ചിരട്ട വെള്ളം ഉപയോഗിച്ചുള്ള ഒരു ഫെർട്ടിലൈസർ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് വെള്ളം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുവാണ്. കാരണം നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസും ചീക്കൽ രോഗങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക. ഈ മഴക്കാല സമയത്ത് നമ്മൾ ഏത് ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കൊടുത്താലും ഇതുപോലെ എന്തെങ്കിലും മഞ്ഞൾപ്പൊടിയോ കായപ്പൊടിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പം കുറച്ച് അളവിൽ മതി. ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്യേണ്ട അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ചെടികളുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രശ്നവും ഇല്ല. നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ടും നല്ല തളിർപ്പും കാര്യങ്ങളും വന്ന ഒരുപാട് മുട്ടുകൾ ഉണ്ടാവാനായിട്ടും വളരെ ഇതിന് സഹായിക്കുന്നു. ഈ ഒരു ജമന്തി ചെടി ഞാൻ ട്രിം ചെയ്ത് വിട്ടതിന് ശേഷം ഈ ഒരു വളം ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതിന് ഒരു കുഴപ്പവും ഇല്ലാതെ ആ ഒരു ജമന്തി ചെടി നല്ല തളിർപ്പും കാര്യങ്ങളും ഇട്ട് നിൽക്കുന്നത് നിങ്ങൾ നോക്കിയേ. നല്ല ഹെൽത്തി ആയിട്ട്, അതായത് നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട്. ഈ മഴക്കാലത്ത് പോലും യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് പച്ചപ്പായിട്ട് തന്നെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ജമന്തി ചെടി ഞാൻ നിലത്തും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ. ഇതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി കൊടുക്കാം. നല്ല എഫക്റ്റീവാണ്. ഇത് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ മാത്രം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. റോസ മുതൽ ഏത് ചെടികൾക്കും, ഏത് പൂക്കുന്ന ചെടികൾക്കും, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും എല്ലാം ഒഴിച്ചു കൊടുക്കാവുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോൾഫിൻ ചെടി പൂക്കളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊഴിച്ചു കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ നല്ലതായിട്ട് പൂക്കളുണ്ടാവുക, നല്ല പച്ചപ്പോറുകൂടി ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വരാനായിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.